ട്രിപ്പുകൾ എപ്പോഴും സ്പെഷ്യലാണ്. അതും ഗേൾസ് ട്രിപ്പ് ഒന്നുകൂടെ സ്പെഷ്യലാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ പോയത് തായ്ലൻഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രിയാണ്. എപ്പോഴും ട്രിപ്പ് പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്, അതും ഗേൾസ് ട്രിപ്പ്. സോ വളരെ എക്സൈറ്റഡ് ആണ്, ഡബിൾ ഹാപ്പിയാണ്. ഞാനും സിസ്റ്ററും കൂടിയിട്ടാണ് ട്രിപ്പ് പോയത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ബാക്ക് ടു ചൈൽഡ്ഹുഡ് ലൈക്ക് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടി ട്രിപ്പ് പോയിട്ട് വന്നാലോ? വാ. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ പോയി ഫ്ലൈറ്റിൽ സീറ്റൊക്കെ പിടിച്ചു കേട്ടോ. നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഫുൾ പുകയാണ് ഗൈസ്. എന്താണ് ഈ പ്രോസസ്സ് എന്നറിയാവുന്നവരുണ്ടോ? ഈ പുകയുടെ പിന്നിലെ രഹസ്യം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും അറിയട്ടെ അല്ലേ? അങ്ങനെ നമ്മൾ പോകുന്നു കൊച്ചി ടു ബാങ്കോക്ക്. അവിടെ എത്തിയപ്പോൾ കേരള ബാംഗ്ലൂർ ആയിട്ടൊക്കെ സിമിലർ ആയിട്ട് ഫീൽ ചെയ്തു. നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ആളുടെ കൂടെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ടൈഗർ ട്രോപ്പിക്കലാണ് നമ്മൾ വന്നത്. ടൈഗറിനെ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഇന്ത്യൻസും ഇവിടെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ ടൈഗറിനെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ പോയത് ടൈഗർ ഷോയ്ക്കാണ്. കുറേ പുലിക്കുട്ടന്മാരുടെ ഷോയൊക്കെ കണ്ടു, ക്രോക്കഡൈൽ ഷോ കണ്ടു. നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ദെൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഇടയിലൂടെ ബോട്ട് റൈഡിന് പോയി. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ബോട്ട് റൈഡായിരുന്നു. നമ്മുടെ അവിടെയൊക്കെയുള്ള പോലത്തെ തന്നെ ലേക്കിൻ്റെ മുകളിലാണ് അവർ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കുറേ റീയൂസ് റീസൈക്കിൾ ആയിട്ടുള്ള ക്ലോത്ത്സ്, പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസും ക്രാഫ്റ്റ്സും ഒക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഷോപ്പ്. ഈ ഹോൾ മാർക്കറ്റ് അവർ ഈ ലേക്കിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറേ ഇതേപോലത്തെ ഷോപ്സ് ഉണ്ട്. കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബട്ട് ഷോപ്പിങ്ങിന് പറ്റിയ വേറെ കുറേ പ്ലേസസ് ഉണ്ട്. അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവരുടെ ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടു. നമ്മൾ നേരെ പോയത് അണ്ടർ വാട്ടർ വേൾഡ് കാണാനായിട്ടാണ്. അവിടെ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ കുറേ ജീവികളെ കാണാം. ലിപ്സ്റ്റിക് ഇട്ട ഓതിനെ കാണാം, വെള്ള കളറിലെ പാമ്പിനെ കാണാം. അങ്ങനെ നമ്മൾ അണ്ടർ വാട്ടർ വേൾഡിലോട്ട് ഇറങ്ങുകയാണ്. സ്റ്റാർട്ടിങ് തന്നെ കുറേ മീനുകളെയൊക്കെ നമുക്ക് കാണാം. മീനിൻ്റെ ചുറ്റും റിംഗ് ഫോർമേഷൻ കണ്ടു, അടിപൊളിയാണ്. കുറേ വെറൈറ്റി മീനുകളെയൊക്കെ കണ്ടു. അപ്പോൾ അതേ തല മാത്രമുള്ള മീൻ. പിന്നെ നോക്കിയപ്പോൾ വാലും കണ്ടു. പിന്നെ റോക്സിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന റോക്ക് ഫിഷ്. പിന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കുറേ മീനുകളെയൊക്കെ കണ്ടു. ശരിക്കും അണ്ടർ വാട്ടർ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. ചെറുതും വലുതായിട്ടുള്ള കുറേ മീനുകളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ദേ ഒരു ആമക്കുട്ടൻ പോണു. നല്ല രസമില്ലേ? അങ്ങനെ കുറേ വെറൈറ്റി മീനുകളെയൊക്കെ കണ്ടു. ഷാർക്കിനെ കണ്ടു. അപ്പോൾ ദേ ഈ മീൻ നമ്മൾ നോക്കി ചിരിക്കുന്നു. നല്ല ക്യൂട്ട് ചിരിയില്ലേ? അപ്പോൾ നമ്മൾ നോക്കി ചിരിച്ചു, ടാറ്റ ബബായ് ഒക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം നേരെ പോയത് തായ്ലൻഡ് ഫേമസ് ആയിട്ടുള്ള 7-Eleven ഷോപ്പിലോട്ടാണ്. സാൻഡ്വിച്ച് ആൻഡ് കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമായത് ചീസ് സാൻഡ്വിച്ചാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. കോസ്മെറ്റിക്സ്, ചെറിയ മെഡിസിൻസ്, ഫുഡ്, ബിവറേജസ്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതും ചീപ്പ് എക്കണോമിക്കൽ പ്രൈസിൽ കിട്ടും. എല്ലാ സ്ട്രീറ്റിലും 1-2 7-Eleven ഷോപ്പ് എന്തായാലും ഉണ്ടാവും. അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ വീട്ടിലോട്ടൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആക്കിയില്ല. ഒരു മിനിമം ക്വാളിറ്റി എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടായിരുന്നു. ദെൻ 7-Eleven ഫേമസ് ബനാന ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്തു. ദെൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പട്ടായ സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. തായ് മസാജ് എടുത്തു. നല്ല റിലാക്സിങ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡിന്നറിന് പോയി. തായ്ലൻഡ് ഫേമസ് മാംഗോ സ്റ്റിക്കി റൈസ് ആണ് കഴിച്ചത്. സ്റ്റിക്കി റൈസ്, മാംഗോ, കോക്കനട്ട് മിൽക്ക് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ എങ്ങനെ വർക്ക് ആവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ടോട്ടലി യം. ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ്. സെക്കൻഡ് ഡേ പട്ടായ ടൂറാണ്. കോറൽ ഐലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആ വരുന്ന റെഡ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. കോറൽ ഐലൻഡ് വിസിറ്റ്, വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഏജൻസി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടീം ത്രൂ ആണ് ചെയ്യുന്നത്. കോറൽ ഐലൻഡ് പോകുന്നതും വരുന്നതും സ്പീഡ് ബോട്ടിലാണ്. സൂപ്പർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു. വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് പാക്കേജ് ആയിട്ടും സിംഗിൾ ഐറ്റം ആയിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 2 ഐറ്റമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരാഗ്ലൈഡിങ്ങും അണ്ടർ വാട്ടർ സീ വോക്കും. ഞാനിപ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ടാണ് റെഡി ആവുന്നത്. അപ്പോൾ ഗൈസ് ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. മേളിൽ നിന്നുള്ള വ്യൂ അത് സൂപ്പർ എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ സീ വോക്കിന് പോയി മീനുകളുടെ ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചെറുതായിട്ടൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ തിരിച്ചു വന്നു. ഈവനിങ് നമ്മൾ അൽക്കസർ ഷോക്കാണ് പോയത്. അടിപൊളി ഷോ ആണ്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. പക്ക എൻഗേജിങ് ആൻഡ് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഷോ ആണ്. ഈവൻ ഡാൻസ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോ ആണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അവരുടെ സ്റ്റേജ് യൂട്ടിലൈസേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ഡ്രസ്സിങ്, ഡാൻസ്, എവറിത്തിങ് സൂപ്പർ ആണ്. അൽക്കസർ ഷോ ഒക്കെ കഴിഞ്ഞു. എഗെയിൻ നമ്മൾ പട്ടായ സ്ട്രീറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഈ ചേച്ചി ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു.
അങ്ങനെ ചിക്കൻ റോളൊക്കെ വാങ്ങി കുറച്ച് ലോക്കൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. സോ നല്ല ടയേർഡായിരുന്നു. നേരെ റൂമിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി ഗൈസ്. ഗുഡ് നൈറ്റ്. ഡേ 3 രാവിലെ തന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയി. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചായിരുന്നു. സോ ബീച്ചിലൊക്കെ പോയി കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. പിന്നെ നമ്മൾ പോയത് സഫാരി വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ആദ്യം തന്നെ ഫേമസ് ഒറാങ്കുട്ടനെ കണ്ടു, ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ നിന്നില്ല, എന്തിനാ വെറുതെ അല്ലേ. ദെൻ എലിഫൻറ്റ് ഷോ ഉണ്ടായിരുന്നു. ആന ഫുട്ബോൾ കളിക്കുന്നത്, പടം വരയ്ക്കുന്നതൊക്കെ കണ്ടു. എന്ത് ഭംഗിയായിട്ട് ആനയൊക്കെ പടം വരക്കുന്നത്. ആ പെയിൻറ്റിങ് അവിടെ ഓപ്ഷന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ഡോൾഫിൻ ഷോ. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. സഫാരി വേൾഡ് കയറുമ്പോൾ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും. അതിൽ ഷോ ടൈമിംഗ്, ലൊക്കേഷൻ, ഹോൾ ഏരിയ മാപ്പ് എല്ലാം ഉണ്ടാവും. സോ ടൈമിംഗ് നോക്കി എല്ലാ ഷോയും ഓടി നടന്ന് കണ്ടോളൂ. ലഞ്ചും അവിടെ നിന്ന് തന്നെ കഴിക്കാം. പിന്നെ ഫ്ലെമിംഗോ, സീബ്ര പോലെ കുറേ വെറൈറ്റി സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ആനിമൽസ് എല്ലാം ഫ്രീ ആയിട്ട് ഓപ്പൺ സ്പേസിലാണുള്ളത്. നമുക്ക് നമ്മുടെ വണ്ടിയിലൂടെ തന്നെ അതിലൂടെ പോവാം. കണ്ടു, സീബ്ര എല്ലാം നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇനി കുറച്ച് ഷോപ്പിംഗ് ആവാം അല്ലേ. ഇന്ന് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഓൾമോസ്റ്റ് എല്ലാ കടകളും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വന്നതാണ് ഡിസംബർ സ്റ്റുഡിയോ. ഒത്തിരി നല്ല വെറൈറ്റി ആൻഡ് ട്രെൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോയ്സിനൊക്കെ കുറച്ചുകൂടെ ട്രെൻഡി ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. പ്ലാറ്റിനം മോൾ, MBK ഒക്കെയാണ് കോമൺലി നമ്മൾ കേട്ടിട്ടുള്ള ഷോപ്പിംഗ് ഏരിയാസ്. അതല്ലാതെ ലക്ഷറീസ് ആയിട്ടും ചീപ്പായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ ഷോപ്പുകളും സ്ട്രീറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഏരിയ ആയിരുന്നു. കുറേ ടൈനി ആൻഡ് ക്യൂട്ട് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളായിട്ടാണ് പോയെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും വാങ്ങാതെ പോരാൻ പറ്റില്ലായിരുന്നു. അത്രയും ക്യൂട്ട് ആൻഡ് വെറൈറ്റീസ് ഓഫ് ടോയ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, നമ്മളും നോക്കിന്ന് പോകുന്ന പോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യൂട്ട് മാത്രമല്ല, കുറച്ച് ടെററായിട്ടുള്ള നമ്മുടെ ലബൂബും ഉണ്ട്. കണ്ടില്ലേ ചിരിച്ച് നിൽക്കുന്നത്. ലബൂബുൻ്റെ ബാഗ്, ഡോൾ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണുടക്കിയത് ഈ ഐസ്ക്രീമിലാണ്. വെറും ഐസ്ക്രീം അല്ല, സൂക്ഷിച്ച് നോക്കിയേ, കണ്ടോ. പെൻഗ്വിൻ, പട്ടി, പൂച്ച, കിളികളുടെയൊക്കെ ഷേപ്പിലാണ് ഐസ്ക്രീം. കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ തോന്നുക. പിന്നെ നമ്മൾ പോയത് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലോട്ടാണ്. തായ്ലൻഡ് ഈസ് പ്രിറ്റി ഫേമസ് ഫോർ ഫ്രൂട്ട്സ്. ചില തായ്ലൻഡ് വെറൈറ്റി മാംഗോസ് വളരെ സ്വീറ്റ് ആൻഡ് ഫ്ലഷിയാണ്. വേൾഡ് ടോപ്പ് സ്വീറ്റസ്റ്റ് മാംഗോസിലൊന്നാണ് തായ്ലൻഡ് മാംഗോസ് മാത്രമല്ല, കുറേ അതർ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും നമുക്ക് കാണാം. കൂടെ നമ്മുടെ നാടൻ ഫ്രൂട്ട്സും കാണാം. വലിയ ചാമ്പക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെ കുറേ നേരം കറങ്ങി നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ടെൻ്റെ കോക്കനട്ട് ഷേക്കൊക്കെ വാങ്ങി. പട്ടായ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. നല്ല ലൈവ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ദെൻ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഫസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസ് തന്നെയാണ് വാങ്ങിയത്. എനിക്ക് പേഴ്സണലി ആ ഒരു കോമ്പിനേഷൻ ഒത്തിരി ഇഷ്ടമായി. മാംഗോ, കോക്കനട്ട് മിൽക്ക്, സ്റ്റിക്കി റൈസ്, ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ദെൻ നൂഡിൽസ് ട്രൈ ചെയ്തു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ട് സ്മെൽ ആൻഡ് ടേസ്റ്റ് അത്ര പോരായിരുന്നു. ചെറിയ പച്ച ഉണക്കമീനിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഫുഡ് സ്ട്രീറ്റൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. ഡേ 4, ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് തന്നെ ബാങ്കോക്കിലുള്ള ഗോൾഡൻ ടെമ്പിൾ ആണ് വിസിറ്റ് ചെയ്തത്. 5.5 ടൺ വെയിറ്റുള്ള ഗോൾഡൻ ബുദ്ധയാണ് അവിടെ ഉള്ളത്. ഇനിഷ്യലി ബുദ്ധ മഡിൽ കവർ ചെയ്ത ഫോമിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. 200 ഇയേഴ്സ് ആ ഫോമിലായിരുന്നു. അതിന് ശേഷമായിരുന്നു അതിനകത്ത് ഗോൾഡൻ സ്റ്റാച്ചു ആണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ഗോൾഡൻ ബുദ്ധ ടെമ്പിളായി അറിയപ്പെടുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടെമ്പിൾ കാണാനും അതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം നല്ല റോയൽ ഫീലിംഗ് ആണ്. ബാങ്കോക്ക് സിറ്റിയിൽ തന്നെയാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സിറ്റിയുടെ ബഹളങ്ങളൊന്നും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാർബിൾ ബുദ്ധ ടെമ്പിളിലാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്യൂസ് ആണ്. കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് സിറ്റിംഗ് പൊസിഷനിലുള്ള മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബുദ്ധ സ്റ്റാച്യൂസ് ആണ് അല്ലേ. എന്നാൽ ഇവിടെയുള്ള സ്റ്റാച്യൂസ് അതിൽ നിന്നും വ്യത്യസ്തമായി പല രൂപത്തിലും ഭാവത്തിലുമുള്ള ബുദ്ധ സ്റ്റാച്യൂസ് ആണ്. എല്ലാം പലപ്പോഴായി പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാച്യൂസ് ആണ്. ഇതാണ് സ്റ്റാവിംഗ് ബുദ്ധ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബുദ്ധ സ്റ്റാച്യു. പാകിസ്ഥാനിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ സ്റ്റാച്യൂസിനും ബിഹൈൻഡ് സ്റ്റോറീസും ഹിസ്റ്ററീസും ഉണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് തന്നെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റാച്യൂസും വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് അവിടുത്തെ ആർക്കിടെക്ചറാണ്. നല്ല റോയൽ ഫീലിംഗ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ബുദ്ധ സന്യാസികൾ താമസിക്കുന്നുണ്ട്. യോധ സിനിമയിലെ ഉണ്ണിക്കുട്ടനെ പോലെ കുറേ കുട്ടി ബുദ്ധ സന്യാസികൾ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സിൽ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകാനുള്ള ടൈം ഉണ്ടായില്ല. സോ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ തീരാണ്. ഓരോ ട്രാവലും നമുക്ക് കുറേ ഇൻസൈറ്റ്സ് തരും, കുറേ ലേൺ ചെയ്യാൻ പറ്റും, കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്.
എല്ലാവരും പറ്റുന്ന രീതിയിൽ ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം. ബൈ. ട്രാവൽ റെസ്പോൺസിബ്ലി.